ഓം നമ ശിവായ. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാം ശിവമയം. ഇന്ന് ഈ നക്ഷത്രക്കാരെ കണ്ട് അസൂയപ്പെട്ടിട്ടോ കുരു പൊട്ടിയിട്ടോ ഒരു കാര്യവുമില്ല. ആരാണ്, ഏത് നക്ഷത്രക്കാരെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? തീർച്ചയായും ഈ നക്ഷത്രക്കാർ മാത്രം ഇത് കാണുക. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർ ഇവരെ കണ്ടാൽ അസൂയപ്പെടുകയും കുരു പൊട്ടുകയും ചെയ്യുന്നവർക്കുള്ളതാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വിജയം, അവർക്ക് ഉയർച്ചയുടെ വിജയം ഉറപ്പാണ്. കാരണം ഏതിലും ഡോമിനേറ്റ് ചെയ്ത് മുന്നോട്ട് നിൽക്കുന്ന നക്ഷത്രക്കാരാണ്. സാക്ഷാൽ ശിവശക്തിയിൽ മുന്നോട്ട് പോകുന്ന, ആ ഭക്തിയിൽ പോകുന്ന ഈ നക്ഷത്രക്കാരെ ആർക്കും തകർക്കാനോ ഇല്ലായ്മ ചെയ്യാനോ പറ്റില്ല. കുരുപൊട്ടും, അസൂയ തോന്നും. അതുപോലത്തെ നക്ഷത്രക്കാരാണ്. കാരണം ഈ നക്ഷത്രത്തിൽ ജനിച്ച ഈ നക്ഷത്രക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ആണെങ്കിൽ കമന്റ് ചെയ്യുക. തീർച്ചയായും ഈ നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ആര് കുരു പൊട്ടിയാലും ആര് അസൂയപ്പെട്ടാലും ഈ നക്ഷത്രക്കാർക്ക് ഒരു കാര്യവുമില്ല. ഈ നക്ഷത്രക്കാരെ കണ്ട് കൺകുരു പിടിച്ചവർക്ക് ഈ നക്ഷത്രക്കാരുടെ ഉയർച്ച ഒരു പെർമനന്റ് പെയിൻ കില്ലറാണ്. ഇവരെ ഡൗൺ ചെയ്യാൻ, താഴ്ത്താൻ നോക്കിയാലും ഇവരുടെ ജീവിതത്തിലെ ആ ഗ്രോത്ത്, വളർച്ച ഈ കൺകുരു പൊട്ടി അസൂയപ്പെടുന്നവർക്ക് എല്ലാ ദിവസവും ഒരു ടോർച്ചറിങ് ആയിരിക്കും. സൈലൻസ് ആണ് ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഉയർച്ച, ഏറ്റവും വലിയ ഗുണവും. ആ ശിവശക്തിയിൽ വിശ്വസിച്ചു പോകുന്ന ഈ നക്ഷത്രക്കാരെ ഭഗവാന്റെ അനുഗ്രഹത്തിൽ എല്ലാ തടസ്സവും ചാരമാകും. കാരണം ഭഗവാന്റെ ശിവശക്തി പുറകിൽ നിന്നാൽ ഈ നക്ഷത്രക്കാർക്ക് ഒരു ഭയവും സംശയവും വേണ്ട. കുരു പൊട്ടിയവർക്ക് അതൊരു കുരുവും, ഈ നക്ഷത്രക്കാർക്ക് അതൊരു പുരോഗതിയുമാണ്. കൺകുരു പിടിച്ചാൽ മരുന്ന് വേണം. ഈ നക്ഷത്രക്കാരുടെ ഉയർച്ച കാണാൻ അവർക്ക് കണ്ണാടി വേണം. അസൂയയിൽ അവര് 0 ആയിരിക്കും. ഈ നക്ഷത്രക്കാരുടെ ഉയർച്ച, ആ വിജയവും സക്സസും ഒരു ഹീറോ ആയിരിക്കും. കാരണം അസൂയക്കാർക്ക് റെസ്റ്റ് ഇല്ല. ഈ നക്ഷത്രക്കാരുടെ ഉയർച്ചയ്ക്ക്, ഉദയത്തിനും ഉയർച്ചയ്ക്കും ഒരു സൺറൈസ് ആയിരിക്കും ഈ നക്ഷത്രക്കാർ. അസൂയക്കാർക്ക് അൺലിമിറ്റഡ് ആയിരിക്കും അസൂയ. പക്ഷെ ഈ നക്ഷത്രക്കാർക്ക് ഉയർച്ച അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. അവർക്ക് അസൂയ ഒരു ജോലിയാണ്. എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് അതൊരു റിപ്ലൈ ആയിരിക്കും ഉയർച്ചയുടെ. അസൂയക്കാർ ബേണാകും, അവർ കത്തി എരിയും ജീവിതത്തിൽ. പക്ഷെ ഈ നക്ഷത്രക്കാർ ഏൺ ചെയ്ത് മുന്നോട്ട് ഉയർച്ചയിലേക്ക് പോകും. അസൂയക്കാരുടെ ഫുഡ് ഈ നക്ഷത്രക്കാരുടെ ഉയർച്ചയുടെ ഗ്രോത്തിന്റെ മൂഡാണ്. ഭഗവാന്റെ കൃപയിൽ വഴിയിൽ വരുന്ന തടസ്സങ്ങളെല്ലാം ഈ നക്ഷത്രക്കാർക്ക് അതൊരു പാലമാകും. അമ്മ ഭദ്രകാളി ദേവിയുടെ ശക്തിയിൽ ഈ നക്ഷത്രക്കാർ എതിരാളി പോലും വെറും പൊടി മാത്രം. ഈ നക്ഷത്രക്കാരുടെ സൈലൻസ് ഒരു രാജകീയ പ്രഖ്യാപനമായിരിക്കും. കുരു പിടിച്ചവർ, കുരു പൊട്ടുന്നവർ ഈ നക്ഷത്രക്കാരുടെ ഉയർച്ചയുടെ എൻട്രി കണ്ട് കുലുങ്ങും. അസൂയക്കാർ ഗാലറിയിൽ ഇരിക്കട്ടെ കണ്ട് കൈയടിക്കും. അസൂയപ്പെട്ട് ഈ നക്ഷത്രക്കാരെ തടുക്കാൻ ശ്രമിക്കുന്നവർ ഇവരുടെ വിജയത്തിൽ സാക്ഷിയാകും. അസൂയ കൊണ്ട് ആരെയും തടുക്കാനാവില്ല. ഭഗവാന്റെ വിധിയാണ് ഈ നക്ഷത്രക്കാരെ ഉയർച്ചയിലേക്ക് വഴികാട്ടുന്നത്. കുരു പിടിച്ച കണ്ണിൽ കാണാൻ പറ്റാത്തത് ഈ നക്ഷത്രക്കാരുടെ ഉയർച്ചയാണ്. അസൂയക്കാർക്ക് ഈ നക്ഷത്രക്കാർ ഒരു ഗോസിപ്പ്. ഈ നക്ഷത്രക്കാർക്ക് വിജയത്തിന്റെയും ഉയർച്ചയുടെയും ഗ്രോത്താണ്. കുരു പിടിച്ചവർ അസൂയക്കാർ ഇരുട്ടിൽ, ഈ നക്ഷത്രക്കാർ ഉയർച്ചയുടെ സൂര്യോദയത്തിൽ. സപ്പോർട്ടില്ലെങ്കിലും സെൽഫ് ബിലീഫാണ് ഈ നക്ഷത്രക്കാരുടെ ആർമി. അസൂയക്കാർക്ക് വാക്കുകൾ, ഈ നക്ഷത്രക്കാർക്ക് ഓൺലി വർക്ക്. ഈ നക്ഷത്രക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവർ ഇവരുടെ ഉയർച്ച കണ്ട്, വിജയം കണ്ട് സെലിബ്രേറ്റ് ചെയ്യും. അസൂയക്കാർക്ക് ഇവരുടെ ഉയർച്ച ഷോക്ക്. ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഓൺലി റോക്ക്. കൺകുരു പിടിച്ചവർക്ക്, അസൂയക്കാർക്കും ഈ നക്ഷത്രക്കാർ ബ്ലാക്ക് ഔട്ട്.
ഈ നക്ഷത്രക്കാരുടെ ജീവിതം എന്നും സ്പോട്ട്ലൈറ്റ്. കൺകുരുവും അസൂയക്കാർക്കും കൺകുരു പിടിച്ചവർക്കും എന്നും കണ്ണീരായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ഉയർച്ചയിൽ. കാരണം അസൂയ കൊണ്ട് തടഞ്ഞാൽ വിജയം ഇരട്ടിയാകും. ഇനി ഭഗവാന്റെ ഭക്തിയിൽ ജീവിതത്തിൽ ഉയർച്ചയും പുരോഗതിയും സമ്പത്തും നേടുന്നവർ, നിങ്ങൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക. ഇനി ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒന്നിനും ഒരു മുട്ടില്ലാതെ വിചാരിച്ച എല്ലാ ആഗ്രഹങ്ങളും തേടി വരുന്ന നക്ഷത്രക്കാർ എല്ലാം ശിവമയ. ഓം നമ ശിവായ.